ഇറാനെ സഹായിക്കാൻ റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ ഇറാനിലിറങ്ങി. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇറാനെ സഹായിക്കാൻ വേണ്ടി, തങ്ങളുടെ സഹോദര രാജ്യത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും ഏതു തരത്തിലുള്ള സഹായം അവർക്ക് വേണ്ടി തങ്ങൾ ചെയ്തു നൽകുമെന്നുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ സൈനിക മേധാവി തന്നെ പ്രതികരിച്ചത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ, തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ദുരന്തവുമായി ബന്ധപ്പെട്ട് 28ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. 800-ലധികം ആളുകൾക്ക് പരിക്കേറ്റ വിവരമാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. ഇപ്പോൾ ഏകദേശം 1000ഓളം ആളുകൾക്ക് പരിക്കേറ്റ വിവരങ്ങൾ രണ്ടാം ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. വളരെ അടിയന്തരമായ രീതിയിൽ ഇറാൻ്റെ ഫയർഫോഴ്സൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുകയും അവരുടെ പരമാവധി ആളുകളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തുകയും ചെയ്തു. ഈ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് തുറമുഖത്തിൻ്റെ അടിഭാഗത്തുണ്ടായിരിക്കുന്ന മേഖലയിലാണ് തീപിടുത്തം ഉണ്ടായത്. അവിടെയാണ് സ്ഫോടന ശബ്ദവും കേട്ടത്. ഈ മേഖല ആണവ ഇന്ധന വസ്തുക്കളൊക്കെ ശേഖരിച്ചുകൊണ്ട് സൂക്ഷിക്കപ്പെട്ട മേഖലയാണ് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ആണവ ഇന്ധനയുടെ വേസ്റ്റ് സാധനങ്ങൾ വലിയ രീതിയിൽ ഉപേക്ഷിക്കപ്പെട്ട മേഖലയാണ് എന്നും പറയുന്നു. ആൾതാമസമൊക്കെ തീരെ കുറവാണെങ്കിലും മറ്റ് ചില മേഖലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നതിനാലാണ് മരണസംഖ്യ കൂടാൻ കാരണമായത് എന്നും വിലയിരുത്തുന്നു. ഏതായിരുന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അന്വേഷണം നടത്തുന്നു എന്ന വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.